അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ലോകത്ത് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, സമാധാനമില്ല. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ലോകത്താണെങ്കിലും എല്ലാ സ്ഥലത്തുമുള്ള പ്രശ്നം ഒന്ന് തന്നെയാണ്: സമാധാനമില്ല. പ്രശ്നങ്ങളാണ്. കുടുംബത്തിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, രാജ്യത്ത് പ്രശ്നം, ലോകത്ത് മുഴുവനും പ്രശ്നം. എന്താണ് ഈ പ്രശ്നത്തിന് കാര്യം? അല്ലേ, നമ്മളൊന്ന് ചിന്തിക്കണ്ടേ, എന്താണ് ഈ പ്രശ്നം? എന്തായിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാര്യം? ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. ഭക്ഷണം ഇല്ലാത്തതാണെങ്കിൽ നമ്മളൊരു 1970, 80 കാലഘട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വളരെ പ്രയാസപ്പെട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല. നമ്മൾ പല ആളുകളുടെയും ചരിത്രം കേൾക്കുമ്പോൾ അവരൊക്കെ പറയാറുണ്ടല്ലോ, എൻ്റെ അമ്മ വീട്ടിൽ കൂലിവേല ചെയ്തിട്ടാണ്, അടുക്കളപ്പണി ചെയ്തിട്ടാണ് എന്നെ പോറ്റിയത്. ഒരു നേരത്തെ ആഹാരം ശരിക്ക് കഴിക്കാനില്ലായിരുന്നു. കുട്ടിക്കാലത്ത് ഒരു നേരം വയറ് നിറച്ച് കഴിച്ച ഒരു ഓർമ്മ എനിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. കഥകളല്ല, ചരിത്രങ്ങൾ, സംഭവങ്ങളാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? ആ കാലഘട്ടത്ത് തീരെ ഭക്ഷണം ലഭിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. സാമ്പത്തികമായി വലിയ പിന്നോട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടവും ഇന്നും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് യഥേഷ്ടം കഴിക്കാൻ ഭക്ഷണം, ഇഷ്ടംപോലെ ഭക്ഷണം നമ്മൾ കഴിച്ച് ആവോളം കഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഭക്ഷണം. നമ്മൾ എത്ര ഭക്ഷണമാണ് പാരിക്കളയുന്നത്? ഇതൊക്കെ പറയാൻ നിന്ന് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഭക്ഷണമല്ല പ്രശ്നം, ലോകത്തിൻ്റെ പ്രശ്നം. പിന്നെ വസ്ത്രമാണോ പ്രശ്നം? വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആലോചിക്കും. ഞാനൊന്നും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള സമയത്ത് തന്നെ എൻ്റെ വാപ്പ അബുദാബിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഗൾഫിൻ്റെ വസ്ത്രങ്ങൾ, അന്ന് ഗൾഫിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ സംഭവമാണ്. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. അന്നത്തെ ഓർമ്മകൾ ഒരുപാട് നമുക്ക് ഇപ്പോഴും ഉണ്ട്. പണ്ട് വാപ്പ ഈ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരുന്നതുണ്ടല്ലോ, ഒരു വീട്ടിലൊരു പാട്ടൊക്കെ കേൾക്കുമ്പോഴാണ് ഗൾഫുകാർ വരുന്നത്. അന്നൊന്നും എൻ്റെ നാട്ടിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഗൾഫിലുള്ളത്. എൻ്റെ വാപ്പ ഗൾഫിലുള്ള സമയത്ത് 1980 കാലഘട്ടങ്ങളിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. 1980 ആ പ്രദേശത്ത് നിന്ന് 1-2 പേര് മാത്രമാണ് ഗൾഫിലുള്ളത്. ഇന്ന് ഓരോ വീട്ടിലും 1-ൽ കൂടുതൽ ആളുകൾ ഗൾഫിലുള്ളവരാണ്. അപ്പം അന്നത്തെ കാലത്ത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തൊരു കാലഘട്ടം, വസ്ത്രം ധരിച്ചാൽ ഒന്നിന് വേറൊന്ന് ധരിക്കാനില്ലാത്ത കാലഘട്ടം. കാരണം ഞങ്ങൾ കുളിക്കാനൊക്കെ പോകുമ്പം അവിടെ വീടിൻ്റെ താഴ്ഭാഗത്ത് തോടുണ്ട്. ഈ തോട്ടിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളോടുള്ള സഹപാഠികൾ പലരും അന്ന് നിക്കർ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഷർട്ടിനുണ്ടാവില്ല. ഈ നിക്കറിട്ടിട്ടാണ് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ആ പ്രദേശത്തൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ നിക്കറിലാണ്. ഷർട്ടിടാൻ സാധാരണ കുറവാണ് അന്നത്തെ കുട്ടികൾ. ഊരോട്ടൊക്കെ പോകുമ്പോഴാണ് ഡ്രസ്സ് ഇടാം, ഷർട്ടൊക്കെ ഇട്ട് പോകുന്നത്. ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടാവുള്ളൂ മിക്കവാറും. ചിലപ്പോൾ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ബാക്കിൽ തുള വീണ നിക്കറുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ചിലതിലിങ്ങനെ ആ ബാക്ക് സൈഡ് ഇങ്ങനെ തുണി വെച്ചടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ അത്രയും ഇന്നൊന്നും ഒരു മനുഷ്യനും ഇന്നത്തെ ഒരു പാവപ്പെട്ട ഇന്ന് കാണുന്ന ഒരാളും അങ്ങനത്തെ ഡ്രസ്സ് ഇടില്ല. ചെരുപ്പിട്ട് നടക്കുന്നുണ്ട്, ചെരുപ്പ് തേഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ ബാക്കിൽ പല സമയത്തും സ്ലിപ്പറിൻ്റെ മൂട് ഭാഗം, അതായത് ഉപ്പൂറ്റിൻ്റെ ഭാഗം, കാലിൻ്റെ ഉപ്പൂറ്റിൻ്റെ ഭാഗം പലപ്പോഴും തുള വേണ്ടിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ചെരുപ്പുകൾ ധരിക്കുന്ന കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1970, 80, 90 കാലഘട്ടങ്ങൾ. വസ്ത്രം ധരിക്കാനില്ല. കാരണം തോട്ടിൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ആ നിക്കർ ഇതുണ്ടല്ലോ, ആ ട്രൗസർ ഊരിയിട്ട് കഴുകി അവിടെ വിരിച്ചിട്ട് വെയിലത്ത് വിരിച്ചിട്ടാണ് കുളിക്കുക.
ആ കുളി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂറൊക്കെ അങ്ങനെ വെള്ളത്തിൽ ചാടി കുളിക്കും. അതാണ് അന്നത്തെ കുളി. അങ്ങനെയാണ്, ഇന്നത്തെ കുളി പോലല്ല. അങ്ങനെ കുളി കഴിഞ്ഞ് വരുമ്പോൾ നിക്കറോണം, എന്നിട്ട് ഇത് ഇട്ടിട്ട് പോകും. ചിലപ്പോൾ പകുതിയെ ഉണങ്ങിയിട്ടുണ്ടാവുള്ളൂ. അത് ഇട്ടിട്ടുണ്ടാകുമ്പോൾ പിന്നെ അത് ശരീരത്തിൽ കിടന്ന് ഉണങ്ങല. ഇതായിരുന്നു ആ പഴയ കാലഘട്ടം. അപ്പൊ അന്നത്തെ കാലഘട്ടത്തെ പോലെ ഭക്ഷണത്തിന് പ്രശ്നമില്ല, വസ്ത്രത്തിന് പ്രശ്നമില്ല, പൈസയ്ക്ക് പ്രശ്നമില്ല. എല്ലാ സൗകര്യങ്ങളും, വീടാണെങ്കിൽ അന്നത്തെ വീടല്ല ഇന്ന്, എല്ലാവർക്കും സൗകര്യമുണ്ട്. അന്ന് കറണ്ട് ഇല്ലാത്ത കാലഘട്ടമാണ്. ചിമ്മിണി വിളക്കിലിരുന്ന് ആളുകൾ പഠിച്ച കാലഘട്ടമാണ്. അന്നത്തെ വിളക്കുകളിൽ നിന്ന് പലപ്പോഴും കാണാറില്ല. ചിമ്മിണി വിളക്ക്, മേശവിളക്കെന്നൊക്കെ പറയും. ഒരു കുപ്പിച്ചില്ലിങ്ങനെ കമത്തി വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവും. ചിമ്മിണി വിളക്ക് പലതും പല കുപ്പിയിലും ഒക്കെ തിരിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന വിളക്കുകൾ, പിന്നെ റാന്തൽ വിളക്കുകൾ, അന്നൊക്കെ ഉള്ള വിളക്കുകളൊക്കെ അതാണ്. ഈ മണ്ണെണ്ണയൊക്കെ തീർന്നു പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് മെഴുകുതിരി. മെഴുകുതിരിയൊക്കെ അന്നും പിന്നെ വിലയുണ്ട്. മെഴുകുതിരി അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. കൂടുതലും മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണ വിളക്കിന് ഭയങ്കര കരിയുമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചപ്പോഴൊന്നും ഈ ഇല്ലാത്തൊരു പ്രശ്നമാണ്. ഇന്ന് എല്ലാ സൗകര്യവും ഉണ്ട്. വാഹന സൗകര്യം, വസ്ത്രം, ഭക്ഷണം എന്ന് വേണ്ട എല്ലാവിധമായ സൗകര്യം അന്ന് വെച്ച് നോക്കണം. ആ കാലഘട്ടവും ഈ കാലഘട്ടവും വെച്ച് താരതമ്യം ചെയ്യണമെങ്കിൽ സ്വർഗ്ഗലോകത്ത് ജീവിക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് 2 കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണല്ലോ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ. കാരണം ആ കാലഘട്ടത്തിലുള്ള വിഷമസ്ഥിതിയുടെ കാലഘട്ടവും ഇന്നത്തെ എല്ലാ സൗകര്യങ്ങളുമുള്ള ടെക്നോളജികളൊക്കെ വളർന്ന ഈ കാലഘട്ടവും ആസ്വദിക്കാൻ പറ്റിയവരാണ് എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ, ഒരു 40-ൻ്റെയും 50-ൻ്റെയും ഇടയ്ക്കുള്ള ആളുകൾ. അപ്പം നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൻ്റെ പ്രശ്നം എന്താണ്? ഭക്ഷണം, പട്ടിണിയല്ല, വസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല, സമ്പത്തിൻ്റെ പ്രശ്നമല്ല. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങൾ പറയും, എന്താണ് പ്രശ്നം? ഞാനീ പറയുന്നത് ശരിയാണോ അല്ലേ, അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളവർക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലോകത്തിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് പട്ടിണിയോ, പിന്നെ വസ്ത്രമില്ലാത്തതോ, സമ്പത്തില്ലാത്തതോ, സൗകര്യങ്ങളില്ലാത്തതോ അല്ല. പിന്നെ എന്താണ്? ഇതെല്ലാം ഉണ്ടായിട്ടും അന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹവും കാരുണ്യവും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു മിഠായി വാങ്ങി, 5 പൈസേൻ്റെ മിഠായി വാങ്ങി, ആ മിഠായി ഷർട്ടിൻ്റെ കോന്തലയിൽ മടക്കി പിടിച്ച് കടിച്ച് പൊട്ടിച്ച് അതിനെ 2 പേരുണ്ടെങ്കിൽ 2ആയി, 3 പേരുണ്ടെങ്കിൽ 3 കഷ്ണമായി, 4 പേരുണ്ടെങ്കിൽ 4ആയി കടിച്ച് പൊട്ടിച്ച് അവർക്ക് വീതിച്ചു കൊടുത്ത് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം ഇനി തിരിച്ചു വരില്ല, ഉറപ്പാണ്. ആ കാരുണ, സ്നേഹം, പരസ്പരം സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം, പരസ്പരം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, കുടുംബത്തിലുള്ള സ്നേഹം, കുടുംബത്തിൽ ഒരു മീൻ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ചാൽ അതിനെ ഭർത്താവിന് വേണ്ടി പ്രത്യേകം മാറ്റി വയ്ക്കുന്ന ഭാര്യമാർ. ആ കാലഘട്ടം തിരിച്ചു വരൂ. ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, എത്ര രാത്രിയാണെങ്കിലും അവരെവിടെങ്കിലും പുറത്തു പോയാൽ അവർക്ക് വേണ്ടി ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്ന സ്ത്രീകൾ. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ ഭാര്യയോട് എത്ര സ്നേഹം കാണിക്കാൻ, പഴയ ആളുകൾക്ക് പുറമെ സ്നേഹം കാണിക്കാനറിയില്ല. പക്ഷെ എങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, അവർക്കൊരു വിഷമം, ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അവരെവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും അവരെ നോക്കാനും കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും സ്നേഹവും കരുണയും ഒന്നും ഇന്ന് ഈ കാലത്ത് നമുക്ക് ആരിലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ സംഭവം എന്താണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ആ കരുണയും സ്നേഹവും നഷ്ടപ്പെട്ടു പോയി. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പ്രശ്നം, നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നം, രാജ്യത്തിൻ്റെ പ്രശ്നം, ലോകത്തിൻ്റെ പ്രശ്നം. ഇപ്പം മനസ്സിലായില്ല എന്താണ് പ്രശ്നമെന്ന്? ലോകത്തുള്ള പ്രശ്നം എന്താ? നമ്മുടെ മനസ്സിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോയി. പണ്ടുണ്ടായിരുന്ന നമ്മുടെ സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഭർത്താവിന് ഭാര്യയോടുള്ള കരുണ നഷ്ടപ്പെട്ടു. മകന്
ഉമ്മയോടും മാതാപിതാക്കളുമുള്ള മക്കളോടുള്ള മക്കൾക്ക് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്ക് മക്കളോടും ഉള്ള കരുണ നഷ്ടപ്പെട്ടു അല്ലേ? രാജ്യത്തിലുള്ള ഭരണാധികാരികൾക്ക് അവിടുത്തെ പ്രജകളോട് അവിടുത്തെ ജനങ്ങളോടുള്ള കരുണ നഷ്ടപ്പെട്ടു പോയി. അവരുടെ സമ്പത്ത് അടിച്ചു മാറ്റി അവർ എങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവിടെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്നവരുടെ അവർക്ക് ഒരു കരുണ നൽകാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, ആ കരുണ കാണിക്കാൻ, ആ കരുണ നഷ്ടപ്പെട്ടു പോയി ഭരണാധികാരികൾ. അധികാരവർഗങ്ങൾക്ക് മറ്റുള്ള ജനങ്ങളോടുള്ള ആ കരുണ, സ്നേഹം ഇല്ല. എല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി. രാജ്യങ്ങൾ അങ്ങനെ തന്നെ മറ്റുള്ള അശക്തരായ രാജ്യങ്ങളുടെ മേൽ കടന്നു കയറി അവരെ ആക്രമിച്ച് അവരെ നശിപ്പിച്ച് അവരെ ഏത് രൂപത്തിലാണെങ്കിലും, അത് സ്ത്രീകളാകട്ടെ കുട്ടികളായിക്കൊള്ളട്ടെ, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് രാജ്യത്തെയും നശിപ്പിക്കുവാനും, അവിടെ കുട്ടികളോ സ്ത്രീകളോ വൃദ്ധരോ ഒന്നും നോക്കാത്ത രീതിയിൽ അവരൊക്കെ നശിപ്പിച്ച് കളയാനും ഉള്ള ഒരു മനസ്സായി, കട്ടിയുള്ള കാഠിന്യമുള്ള മനസ്സായി മാറിപ്പോയി. അപ്പോൾ കരുണ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് ലോകത്തിന് മുഴുവനും പ്രശ്നം, വീട്ടിൽ പ്രശ്നം, എല്ലായിടവും പ്രശ്നം. അപ്പം അതുകൊണ്ട് കരുണയുള്ള ഒരു ഹൃദയം ലഭിക്കുവാൻ, കരുണയുള്ള ഒരു സമൂഹത്തെ കിട്ടുവാൻ വലിയ പ്രയാസമാണ്. എങ്കിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ, കുട്ടിക്കാലത്തുണ്ടായ ഓർമ്മകളിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്തേക്കുള്ള ഓർമ്മയിലേക്ക് പോകുന്ന പല കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലായി രേഖപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഇതുപോലെ അവതരിപ്പിക്കാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ, ചില ആളുകൾക്ക് മനസ്സിലുണ്ടാവും പലതും പറയണമെന്നുണ്ടാവും, പറയാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. ആ വിഷയങ്ങൾ പ്രൈവറ്റിലോ മെസ്സേജ് വന്ന് അറിയിച്ചാൽ നമുക്ക് ആ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കാം. എല്ലാവർക്കും ഒന്ന് കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷവും കുളിർമയൊക്കെ ഉണ്ടാകും. നല്ല നല്ല വിഷയങ്ങൾ നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.